ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിലെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഹൈലൈറ്റ് മാളിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ തനിച്ചായിരുന്നില്ല കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കൂടെ ഹസ്ബൻഡിൻ്റെ കസിനും വൈഫും മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു മാളിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ എന്താ ഇങ്ങനെ തിരക്കെന്ന് ഓർത്തു കേട്ടോ. ഓണത്തിൻ്റെയൊക്കെ ആ ഒരു സമയമായതുകൊണ്ട് അതുകൊണ്ടുള്ള തിരക്കാണെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ ഭാഗത്തും ഫുഡ് കോർട്ടിലും അതുപോലെ ഡ്രസ്സിൻ്റെ ഷോപ്പുകളിലും ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഈ ഒരു മോളിൽ എപ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കും, എപ്പോഴും തിരക്കായിരിക്കും എന്നാണ് കേട്ടോ വിചാരിച്ചത്. എന്തായാലും നമ്മൾ ശിഥിലേട്ടനും വേണുവേട്ടനൊക്കെ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ കയറി നോക്കി. പക്ഷെ ഒന്നും അഫോർഡബിൾ ആയിട്ടുള്ളതും അതുപോലെ ഇവർക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. അതിന് ശേഷം നമ്മൾ മാക്സിലും ഈസി ബൈയിലും കയറി കേട്ടോ. ഈസി ബൈ എന്നാണ് എന്നിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടത്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ആരെയോ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് പോലെ ഇങ്ങനെ കണ്ടു. നമ്മൾ ഷോപ്പിൽ കയറുന്ന സമയത്ത് തന്നെ അത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇറങ്ങുമ്പോഴും ഇവരിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്ന് നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ ഒരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ആണെന്ന് മനസ്സിലായേ. അപ്പോൾ ഞാൻ അടുത്ത് നിന്ന് ആളോട് ഇങ്ങനെ ചോദിച്ചു, ആരാണ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വരുന്നത് എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോഴാണ് ശരിക്കും ഞാനും രേഷ്മയൊക്കെ സർപ്രൈസ്ഡ് ആയത്. ബിഗ് ബോസിലെ അർജുനാണ് വരുന്നത് എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ ഞാനും രേഷ്മ അപ്പം തന്നെ വേണേട്ടനോടും ചിലട്ടിനോടും പറഞ്ഞു എന്തായാലും ഞങ്ങൾക്ക് കാണണം, അർജുനെ കാണണം. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒന്നും വിട്ട് എന്തപ്പോൾ ഇത് സംഭവം, ആരാണ് ഈ അർജുൻ എന്നൊക്കെ ഇങ്ങനെ സിനിമ നടനാണോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞാനും രേഷ്മയും തിരിച്ചു സിനിമ നടനൊന്നുമല്ല, ബിഗ് ബോസിലുണ്ടായിരുന്നതാണ്, മോഡലാണ് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇവർക്ക് അർജുനെ അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഗൂഗിളിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും കാണണം, അർജുനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നു. അപ്പോൾ അർജുൻ വരാൻ കുറച്ച് ലേറ്റ് ആവും എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് കലാപരിപാടികൾ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്തിട്ട് പാട്ടുകൾ, കുട്ടികളും അതുപോലെ മുതിർന്നവരൊക്കെ പാട്ടുകളൊക്കെ പാടുന്നുണ്ടായിരുന്നു. അതുപോലെ ഇവർ ആങ്കർ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. അതിന് നമ്മൾ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അല്ലമീൻ ഫാഷൻ ജ്വല്ലറിയുടെ ഇനോഗ്രേഷൻ, റെൻ്റൽ ജ്വല്ലറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് അർജുൻ വരുന്നത്. അപ്പോൾ എന്തായാലും ഞാനും രേഷ്മയും പറഞ്ഞു ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവരൊരു ഭാഗത്ത് പോയിരുന്നു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് വന്നതാണ് കേട്ടോ ഈ ഒരു കുഞ്ഞുമോൻ മാപ്പിളപ്പാട്ടാണ് പാടിയത്. ഇത്രയും ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിലും വളരെ അടിപൊളിയായിട്ടാണ് കേട്ടോ കുട്ടി പാടിയിട്ടുണ്ടായിരുന്നത്. സൂപ്പറായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പാട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ പാടി ഒരുപാട് പേര് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേണുവേട്ടൻ, നമ്മുടെ കൂടെയുള്ള ഹസ്ബൻഡിൻ്റെ കസിനാണ് നമ്മുടെ കൂടെയുള്ളത് വേണുവേട്ടൻ. അപ്പോൾ അവരോട് പറഞ്ഞു വേണുവേട്ടൻ നന്നായിട്ട് പാട്ട് പാടിട്ടോ, വേണുവേട്ടൻ പാടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ വേണുവേട്ടൻ എന്തായാലും പാടുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്തായാലും നമ്മളത് ഒക്കെ കണ്ടും കേട്ടും ഇരുന്നു. അതിനിടയ്ക്ക് വന്നതാണ് ഇയാൾ ഒരു സീരിയൽ നടനാണെന്നാണ് പറഞ്ഞത്. ഏതോ മാംഗല്യം തന്തുനാനേനോ അങ്ങനെ എന്തോ ആണ് സീരിയലിൻ്റെ പേര് പറഞ്ഞത്. സി കേരളം എന്ന് പറയുന്ന ചാനലിലുള്ള സീരിയലാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഇദ്ദേഹത്തിന് വലിയ പരിചയമല്ല. എന്തായാലും അർജുനെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാനും രേഷ്മയും അവിടെ നിന്നു കേട്ടോ. ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന രണ്ട് പേരിൽ ഒരാൾ സിംഗറാണ്, മറ്റേയാൾ ക്യാബിൻ ക്രൂ ആണ് കേട്ടോ. ഹേമന്ത് എന്നാണ് പേര്. അപ്പോൾ ഇതൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവരവിടെ ജസ്റ്റ് അവരെ തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ അർജുനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് തുടങ്ങിയിട്ട് കുറേ സമയമായിട്ട്. പക്ഷെ നമുക്ക് ആ ഒരു മടുപ്പ് തോന്നാത്ത രീതിയിലുള്ള പ്രോഗ്രാംസാണ് ഇവരവിടെ നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ഓഡിയൻസിൽ ഒരാൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിൽ ഒരാളോട് മൈക്ക് വേണമെന്ന് പറഞ്ഞു.
അപ്പോൾ അവർ എല്ലാവരും പാട്ട് പാടുന്നുണ്ട്, അതുപോലെ അവരുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്തിനെങ്കിലും വേണ്ടിയിട്ടായിരിക്കും ഓർത്തിട്ട് മൈക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ മൈക്ക് വാങ്ങിയ ഉടനെ തന്നെ ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് വീട്ടിൽ പോകണം എന്നാണ് കേട്ടോ പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചു പോകണമെങ്കിൽ പോവാലോ, ആരും നിർബന്ധിച്ചില്ല എന്നുള്ള രീതിക്ക് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം, പക്ഷേ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ വരുന്നില്ല, അവൾ അർജുനെ കണ്ടിട്ട് മാത്രമേ വീട്ടിലേക്ക് വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ എല്ലാവരും ഓഡിയൻസ് എല്ലാവരും കൈയടിച്ചു കേട്ടോ. കാരണം ഇവരും പറയുന്നുണ്ടായിരുന്നു അർജുൻ്റെ ഒരു വിജയമാണത്, അർജുന് കൂടുതൽ ലേഡീസ് ഫാൻസ് ആണുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അർജുനെ വെയിറ്റ് ചെയ്ത് എല്ലാവർക്കും കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് കേട്ടോ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് സമയമായില്ല നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് മോൾക്ക് ഫീഡ് ചെയ്യാനുണ്ടായിരുന്നു. അവളെ ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിട്ട് അപ്പോഴും അർജുൻ വന്നിട്ടില്ല. എന്തായാലും നമ്മൾ അർജുനെ കണ്ടിട്ടേ പോവുള്ളൂ എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അർജുൻ ഇപ്പോൾ വരും എന്നോർത്ത് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ അർജുനെ കാണാനില്ല. എന്തായാലും നമ്മൾ അടുത്ത് നിൽക്കുന്ന ചേച്ചിമാരോടൊക്കെ ഒന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ ഷോപ്പാണെന്ന് അതിന് മുൻപ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു അർജുൻ എത്തിയിട്ടുണ്ട്, താഴെ എത്തിയിട്ടുണ്ട്, മേക്കപ്പിലാണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലേക്ക് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അർജുൻ ഇപ്പോൾ വരും, അങ്ങനെ കാണാമെന്ന് ഓർത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് അർജുൻ എല്ലാവരുടെ ഇടയിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ് കേട്ടോ. ഒരുപാട് നേരമായി എല്ലാവരും ആകാംക്ഷാഭരിതരായിട്ട് കാത്തു നിൽക്കുന്നു. ആ സമയമാണ് കേട്ടോ ഇപ്പോൾ വന്നെത്തിയിട്ടുള്ളത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അർജുൻ എത്തി, ഇനോഗ്രേഷനും കഴിഞ്ഞു. പക്ഷെ നമുക്കിത് കാണാനായിട്ട് പറ്റിയില്ല ഗായ്സ്, അതാണ് ഏറ്റവും സങ്കടം. നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു, 7 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്തു കേട്ടോ. പക്ഷേ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ അർജുൻ വന്നിട്ടുണ്ടായിരുന്നില്ല. താഴെ ഫസ്റ്റ് ഫ്ലോറിൽ മേക്കപ്പിലായിരുന്നു, ഇനോഗ്രേഷന് വേണ്ടിയിട്ട് മുകളിലേക്ക് 3rd ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വീടെന്ന് പറയുന്നത് മലപ്പുറം നിലമ്പൂരാണ് കേട്ടോ. നമുക്ക് കാലിക്കറ്റ് നിന്ന് ഇങ്ങോട്ട് ഒരുപാട് യാത്ര ഉണ്ട്, പിന്നെ നമ്മുടെ കൂടെ കുഞ്ഞു മക്കളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടുള്ള ട്രാവലിംഗ് ബുദ്ധിമുട്ടാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ 7 മണി വരെ വെയിറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ നിന്നു കേട്ടോ. എന്തായാലും കാണാനായിട്ട് പറ്റിയില്ല. അതിനുശേഷം നമ്മൾ മക്കൾക്ക് KFC വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. KFCയും അതുപോലെ ഹോട്ട് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നീട് ഇനോഗ്രേഷൻ്റെ ഈ ക്ലിപ്പിങ്സൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരിയാണ് കേട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ആ ഇനോഗ്രേഷൻ്റെ ക്ലിപ്സാണ് കേട്ടോ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഹോട്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ മക്കൾ ഈ കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും അർജുനെ കാണാൻ ആഗ്രഹിച്ച് നിന്ന് കാണാനായിട്ട് പറ്റിയില്ല. എന്തായാലും ഇനി ഒരു അവസരത്തിൽ ഇതുപോലെ ഇത് അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണിത്. നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരിക്കലും അവിടെ അർജുൻ ഉണ്ടാവുന്നോ അങ്ങനെ ഇനോഗ്രേഷനുള്ളൊരു കാര്യങ്ങളോ ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇതുപോലെ തന്നെ ഇനി എപ്പോഴെങ്കിലും വേറൊരു അവസരത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.